നടുകടലിൽ ചെന്നാൽ നായി നക്കിയിട്ടാ വെള്ളം കുടിക്കുള്ളൂ. അതേപോലെയാണ് ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ കേട്ടാൽ. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ. പരിപൂർണ്ണമായിട്ട് വീഴ്ത്താം, അല്ലാതെ വീടുകളുടെ മുന്നിൽ വെച്ചിട്ട് ഈ വേസ്റ്റ് വെച്ച് പോവല്ല. ഓക്കെ, ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തിട്ട് പള്ളി പഞ്ചായത്തിലെ അധികൃതരോട്, അതായത് ജനപ്രതിനിധികളെ ജയിപ്പിച്ചവരോട് നിങ്ങളോട് പേഴ്സണലി പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ജോലികൾ അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് അതൊന്ന് പഞ്ചായത്ത് അധികൃതരോട് എത്തിച്ചിട്ട് അതിനുവേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. പിന്നെ വീടുകളിൽ കയറിയിട്ട് ഇവർ പൈസ കളക്ടുന്നുണ്ട് 50 രൂപ വെച്ചിട്ട്. ഓക്കെ, വേസ്റ്റ് കൊടുത്താണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ വേസ്റ്റ് കൊടുക്കാത്തവരടക്കം ചോദിക്കുന്നുണ്ട്, ചിലവർ കൊടുക്കുന്നുണ്ട്. ആ ഒരു പ്രവണത നിർത്തുക. കാരണം അവർക്ക് പഞ്ചായത്തിന് സാലറി കൊടുക്കുന്നുണ്ട്, കൂലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രവണത ഒഴിവാക്കും. ഓക്കെ, നല്ല വേസ്റ്റ് ഉണ്ടെങ്കിൽ ശരി, നമ്മുടെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുപോകല്ലേ, നമുക്കൊരു പണി ഒഴിവാക്കി തരാം. ഒരു 50 കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ ചോദിച്ചു വാങ്ങുന്നുണ്ട് പലവണ്ണം, അത് ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ താൻ പഞ്ചായത്തിൽ പോയി കംപ്ലൈന്റ് ചെയ്യൂ. അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് MP രാജേഷ് അയാളുടെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യൂ. എനിക്ക് 50 രൂപ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് ശമ്പളമൊന്നും ഈ കേരള ഗവൺമെന്റോ പള്ളി പഞ്ചായത്തോ കൊടുക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇവരുള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും വൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അവർക്ക് സപ്പോർട്ടീവ് ഒന്നുമല്ല, അവരൊന്നും എന്റെ ആരുമല്ല. ഈ പള്ളി പഞ്ചായത്തിൽ ഇത്രയും പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാവരും ഇല്ല, ഒരു 1% ആൾക്കാർ വെറും പൊട്ടന്മാരാണ്. എൻ്റെ പൊതുജന താല്പര്യം അർത്ഥമുള്ള സുഹൃത്തെ, നന്ദി. ഈ കേരള ഗവൺമെന്റ് ഹരിതകർമ്മസേന എന്നുള്ളൊരു സംരംഭം തുടങ്ങിയത് പൊതുജനത്തിന് വേണ്ടിയിട്ടാണ്. അവരെ ഇനിയും നീ കരിയോയിൽ ഒഴിച്ച് തേക്കരുത്. ആദ്യം കേരള ഗവൺമെന്റ് അതിൻ്റെ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. പള്ളി പഞ്ചായത്തിൽ കിട്ടുന്നത് ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വിവരാവകാശം കൊടുത്താൽ കിട്ടും. അതൊന്ന് വാങ്ങി പഠിക്കി, എന്നിട്ട് അവരെക്കുറിച്ച് സംസാരിക്കുന്നേ. മനസ്സിലായോ?